അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടം തൽക്കാലം സറണ്ടർ ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം അദ്ദേഹം വളരെ ക്ലെവർ ആയിട്ടാണ് ഒളിവിൽ പോയിരിക്കുന്നത്. പോലീസിന് അദ്ദേഹത്തിനെ ട്രാക്ക് ചെയ്യാൻ സാധിച്ചില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് നേരത്തെ ഒരു കേസിനകത്ത് റിമാൻഡ് ചെയ്ത് ജയിലിലൊക്കെ കിടന്ന അനുഭവമുണ്ട്. അദ്ദേഹത്തിനെ ട്രാക്ക് നല്ല ഒരു ബുദ്ധി ഉള്ള ഒരു ആളാണെങ്കിലും അദ്ദേഹത്തിനെ ട്രാക്ക് ചെയ്യാതിരിക്കാനുള്ള തന്ത്രങ്ങൾ അദ്ദേഹം മെനഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് പോലീസ് അദ്ദേഹത്തിനെ ട്രാക്ക് ചെയ്ത് പിടിക്കാൻ സാധിക്കില്ല എന്നെനിക്ക് തോന്നുന്നു തൽക്കാലം. കാരണം അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഒരു വശത്തൂടെ, അദ്ദേഹത്തിൻ്റെ സഞ്ചാരം വേറൊരു വശത്തൂടെയാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും അത് ട്രാക്ക് ചെയ്ത് പിടിക്കാൻ സാധ്യത വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം കർണാടകയിലും ആന്ധ്രയിലും ഒക്കെ കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലങ്ങളിൽ, തമിഴ്നാട്ടിലും അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഹൈക്കോടതിയിൽ പോകും. ഹൈക്കോടതിയിൽ പോയിട്ട് ജാമ്യം ലഭിച്ചില്ലെങ്കിൽ പിന്നെ സുപ്രീം കോടതിയിൽ പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സറണ്ടർ ചെയ്യുന്നതാണ് മുഖ്യം. അദ്ദേഹം പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയുടെ മുമ്പിൽ തന്നെ സറണ്ടർ ചെയ്യട്ടെ, പോലീസ് കസ്റ്റഡിയിൽ പോട്ടെ, അതിനുശേഷം ജാമ്യം പരിഗണിക്കാമല്ലോ. പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷനിൽ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് വെച്ചിട്ട് അന്വേഷണം മുഴുവൻ നടത്തി അതിൻ്റെ എവിഡൻസ് മുഴുവൻ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡീറ്റെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഹൈക്കോടതിയുടെ അവിടെയും കൂടെ ജാമ്യത്തിന് അദ്ദേഹം നീങ്ങുന്നുണ്ടെങ്കിൽ അതുകൂടെ പരിഗണിച്ച ഹൈക്കോടതിയുടെ തീരുമാനം എന്താണെന്ന് അറിഞ്ഞ ശേഷം പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി തന്നെ സറണ്ടർ ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം